യേശുക്രിസ്തു തന്റെ ശിഷ്യനായ പത്രോസിന്റെ ഒരു ചോദ്യത്തിന് മറുപടിയായാണ് കരുണയില്ലാത്ത ദാസന്റെ ഉപമ പറയുന്നത്. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്നു, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോടു, 7 വട്ടമല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ യേശു പറഞ്ഞ ഉപമ ഇതാണ്: കരുണയില്ലാത്ത ദാസന്റെ ഉപമ. ഒരിക്കൽ ഒരു രാജാവ് തന്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 10,000 താലന്ത്, അക്കാലത്തെ ഭീമമായ ഒരു തുക, കടമുള്ള ഒരു ദാസനെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. ആ കടം വീട്ടാൻ അയാളുടെ പക്കൽ ഒന്നുമുണ്ടായിരുന്നില്ല. നിയമപ്രകാരം അയാളെയും കുടുംബത്തെയും വിറ്റ് കടം ഈടാക്കാൻ രാജാവ് കൽപ്പിച്ചു. എന്നാൽ ആ ദാസൻ രാജാവിന്റെ കാൽക്കൽ വീണ് കരഞ്ഞു പറഞ്ഞു, പ്രഭു, എന്നോട് ക്ഷമിക്കണമേ, ഞാനെല്ലാം വീട്ടിക്കൊള്ളാം. അവന്റെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ രാജാവ് ആ ഭീമമായ കടം മുഴുവൻ എഴുതിത്തള്ളുകയും അയാളെ സ്വതന്ത്രനാക്കുകയും ചെയ്തു. എന്നാൽ പുറത്തിറങ്ങിയ ആ ദാസൻ തനിക്ക് വെറും 100 വെള്ളിക്കാശ്, വളരെ ചെറിയ തുക തരാനുള്ള തന്റെ സഹപ്രവർത്തകനെ കണ്ടുമുട്ടി. അവൻ അയാളുടെ കഴുത്തിന് പിടിച്ചു പറഞ്ഞു, എന്റെ പണം ഇപ്പോൾ തന്നെ തരിക. ആ പാവം മനുഷ്യൻ അവന്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചെങ്കിലും അയാൾ സമ്മതിച്ചില്ല. അയാൾ ആ സഹപ്രവർത്തകനെ ജയിലിലടച്ചു. മറ്റു ദാസന്മാർ ഇത് കണ്ട് രാജാവിനെ വിവരമറിയിച്ചു. രാജാവ് ആ ദാസനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ ദാസനെ, നീ അപേക്ഷിച്ചതുകൊണ്ട് നിന്റെ വലിയ കടം ഞാൻ ക്ഷമിച്ചു തന്നില്ലേ? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നിനക്കും നിന്റെ കൂട്ടുകാരനോട് കരുണ കാണിക്കാമായിരുന്നില്ലേ? രാജാവ് കോപിച്ച് അവൻ കടം മുഴുവൻ വീട്ടുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലേൽപ്പിച്ചു. ഈ ഉപമയുടെ സാരം. ഈ കഥയിലൂടെ യേശു പഠിപ്പിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്. 1. ദൈവത്തിന്റെ ക്ഷമ. രാജാവ് ദൈവത്തെയും 10,000 താലന്ത് കടം നമ്മുടെ പാപങ്ങളെയും സൂചിപ്പിക്കുന്നു. ദൈവം നമ്മുടെ വലിയ പാപങ്ങൾ സൗജന്യമായി ക്ഷമിച്ചു തരുന്നു. 2. മറ്റുള്ളവരോടുള്ള ക്ഷമ. ദൈവം നമുക്ക് വലിയ ക്ഷമ നൽകിയ സ്ഥിതിക്ക് മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന ചെറിയ തെറ്റുകൾ ക്ഷമിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 3. ക്ഷമിച്ചില്ലെങ്കിൽ. നാം മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ലെങ്കിൽ ദൈവവും നമ്മോട് ക്ഷമിക്കില്ല എന്ന കർശനമായ മുന്നറിയിപ്പാണ് ഈ കഥ നൽകുന്നത്.